ടൂറിസം ഡിപ്പാർട്ട്മെന്റിലും ടൂറിസം റിലേറ്റഡ് ഇപ്പോൾ KTTC ആണെങ്കിലും ടൂറിസമായിട്ടൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. മീൻ സെക്രട്ടറി ആയിട്ടൊക്കെ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടൊക്കെ അല്ല സെൻട്രലിൽ പോയപ്പോഴും ടൂറിസത്തിലുണ്ടായിരുന്നു, അതുപോലെ ഇവിടെ KTTC ചെയ്ത സമയത്ത്. ഇപ്പോൾ കേരളത്തിന്റെ ഒരു ടൂറിസം പൊട്ടൻഷ്യലും കൂടെ കണക്കിലെടുത്ത് ഇപ്പോൾ ബീച്ച് തേരമേര ബീച്ചൊക്കെ ചെയ്ത പോലെ തന്നെ ഇന്ന് ദ ക്രിയേറ്റീവ് പ്രശാന്ത് നായർ കേരളത്തിന്റെ ടൂറിസത്തിനെ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഇനി കൊണ്ടുവരാം? ഉറപ്പായിട്ടും ഒരു ലോങ് ലിസ്റ്റ് മനസ്സിൽ കാണാതിരിക്കില്ല. ഇങ്ങനെയൊക്കെ വേണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് തോന്നുന്ന എന്തായിരിക്കും നമ്മുടെ കേരള ടൂറിസത്തിന് വേണ്ടി? സീരിയസ്ലി വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കാരണം കേരളത്തിന് ടൂറിസം മേഖലയിൽ നമ്മൾ ലോങ് ടൈം ഫോർ എ റീഇൻവെൻഷൻ. നമ്മളിപ്പോഴും ഗോഡ്സ് ഓൺ കൺട്രിയും പറഞ്ഞിരിക്കുകയാണ്. എല്ലാ ബ്രാൻഡിനും ഒരു റീഇൻവെൻഷനും ഒരു റീവാലിഡേഷനും ഒക്കെ ആവശ്യമുണ്ട് ഓവർ ദ പീരീഡ് ഓഫ് ടൈം. ഇതിപ്പം നമ്മൾ മിസ്സിങ് എവറി ബസ്. ദിസ് ഇസ് നോട്ട് ഹൗ വി ഷുഡ് ബി ഡൂയിങ്. നമ്മൾ റീബ്രാൻഡിങ്ങും റീപൊസിഷനിങ്ങും ചെയ്യേണ്ട സമയം കഴിഞ്ഞു. നമ്മളുടെ സിമിലർ പ്രോഡക്ട്സ് ഇപ്പോൾ ശ്രീലങ്കയിലും അവിടെ ഇവിടെയൊക്കെ ലോവർ റേറ്റിൽ ലഭ്യമാണ്. ക്വാളിറ്റിയൊക്കെ അവിടെ വേറെ ലെവലിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കോമ്പറ്റീഷൻ ഇസ് ലൈക്ക് ഇൻറ്റൻസ്. വാട്ട് ഡു യു ഹാവ്? നമ്മുടെ USP എന്താണ്? നമ്മളുടെ ഒരു വ്യത്യസ്തത എടുത്ത് കാണിക്കാനും പറ്റണം. അതേസമയം നമ്മുടെ ഫുട്ഫോൾ കുറച്ചിട്ടാണെങ്കിലും റവന്യൂ വർദ്ധിപ്പിക്കാൻ സാധിക്കണം. ഇതിലേക്ക് ഒരു റീഇൻവെൻഷൻ്റെ സമയം അതിക്രമിച്ചു. ഫസ്റ്റ്ലി. സെക്കൻഡ്, എക്സ്പീരിയൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഏത് റൂമിൽ ഇപ്പം കുറേ ഹോട്ടൽ മുറി ഉണ്ടാക്കി വെച്ചു എന്ന് വിചാരിച്ചോ, ഇവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാർ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് എ റൂം നത്തിങ്. അതിലൊരു കാര്യമല്ല, ഏത് റൂമിൽ താമസിച്ചാലും ഇറ്റ് ഡസൻറ്റ് മേക്ക് എ ഡിഫറൻസ്. ഇറ്റ്സ് എക്സ്പീരിയൻസ് ദാറ്റ് മേക്സ് എ ഡിഫറൻസ്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ഷൻ തൊട്ട് ആക്ടിവിറ്റീസും ഇതുമൊക്കെയാണ്. സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഇപ്പം ഇത്തരം കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ യു നീഡ് ടു ടേക്ക് എഫേർട്ട്. ആക്ച്വലി സ്റ്റോറീസ് സ്പിൻ ചെയ്തെടുക്കാൻ പറ്റണം. ഓരോ സ്ഥലത്തിനെ പറ്റി, ഓരോ എക്സ്പീരിയൻസ്, ഓരോ ടൂർ, ഇതിനെല്ലാം യു ഷുഡ് ഹാവ് എ സ്റ്റോറി. ഈ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നീഡ് ലാംഗ്വേജ്, യു നീഡ് ഒരു ഇക്കോസിസ്റ്റം ആൻഡ് ആ മൊത്തത്തിലുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയിട്ട് വേണം. സോഫ്റ്റാണിത്. ഇറ്റ്സ് നോട്ട് ഹാർഡ് സാധനമല്ല, ഇറ്റ്സ് എ സോഫ്റ്റ് തിങ്. പക്ഷേ ഈ സോഫ്റ്റ് തിങ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. ഇതാണ് എക്സ്പീരിയൻസ് നമുക്ക് തരുന്നത്. ആ ഒരു വന്ന് പോകുന്ന ഒരാൾ തിരിച്ചു പോകുമ്പം ഓർക്കുന്നത് ഇൻട്രാക്ട് ചെയ്ത മനുഷ്യരെയാണ്, അയാൾക്ക് അവിടെ ഉണ്ടായ അനുഭവങ്ങളാണ്. ഇത് വെച്ചിട്ടാണ് അയാൾ തിരിച്ചു വരിക. അല്ലാതെ ഞാൻ താമസിച്ച മുറിക്കകത്ത് നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു, ബൾബ് ഉണ്ടായിരുന്നു, പടം ഉണ്ടായിരുന്നു. ദിസ് ഡസൻ മേക്ക് ദ ഡിഫറൻസ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ മാറിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള എക്സ്പീരിയൻസസ് കൊടുക്കാൻ സാധിക്കണം. വിവിധ സെഗ്മെൻറ്റിലുള്ള ആൾക്കാരെ കൊണ്ടുവരാനും സാധിക്കണം. അപ്പം കപ്പിൾസ് ആവാം, അല്ലെങ്കിൽ അഡ്വഞ്ചർ ടൂറിസം റിലേറ്റഡ് യങ്സ്റ്റേഴ്സ് ആവാം. പിന്നെ പൈസ സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു 40-40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ തേടുന്നത് എന്താണ്? അത്തരം എക്സ്പീരിയൻസസ് ഇവിടെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. കുറച്ച് ലക്ഷറി എൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ. കാരണം കൂടുതൽ പൈസ കുറച്ച് പേര് വന്നിട്ട് കിട്ടുക എന്നുള്ളതായിരിക്കണം നമ്മുടെ എങ്കിലേ പ്രോസ്പർ ചെയ്യുള്ളൂ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഇക്കോസിസ്റ്റം, നമ്മുടെ പ്രകൃതി, ഇതൊരു സ്ട്രോങ് പോയിൻ്റാണ് നമ്മുടെ. അത് ഡിറ്റീറിയേറ്റ് ചെയ്യാതെ കാത്തു സൂക്ഷിക്കേണ്ടത് അതും എൻ്റെ ഭാഗമാണ്. ഇപ്പം പ്രകൃതിയിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മിസ്സാക്കുന്നുണ്ട്. ക്ലാസിക് എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണം, പ്രത്യേകിച്ച് കൃഷി വകുപ്പിൽ ഇരുന്നതുകൊണ്ടും കൂടെ തോന്നിയ ഒരു കാര്യമാണ്. നമ്മളിവിടെ കുറേ എസ്റ്റേറ്റുകൾ ഉണ്ട്. ടീ, കോഫി, റബ്ബർ, അതൊക്കെയാണ് മെയിൻ. എല്ലാം മോണോക്രോപ്പാണ്. മോണോക്രോപ്പ് അൺസയൻറ്റിഫിക് ആണ്. എത്രയോ കാലമായി ഇറ്റ്സ് എസ്റ്റാബ്ലിഷ്. മോണോക്രോപ്പ് ഈസ് വെരി അൺസയൻറ്റിഫിക്, പ്രകൃതിക്ക് ദോഷമാണ്, ഒക്കെയാണ്. ഈ പറയുന്ന എല്ലാ ക്രോപ്പിനകത്തുനിന്നും നമുക്ക് കിട്ടുന്ന റവന്യൂ ഈസ് ഓൾസോ വെരി മീഗർ. ഇപ്പോൾ ഒരു 10 ഏക്കർ റബ്ബർ ഉണ്ടെങ്കിൽ വെട്ടാനും ചിലവും ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കയ്യിൽ കഷ്ടി 2 ലക്ഷം പ്രോഫിറ്റ് കിട്ടിയാൽ അത്രയേ ഉള്ളൂ. 10 ഏക്കർ ഉണ്ടെങ്കിൽ. വെറുതെ പ്ലാവ് നട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, വിയറ്റ്നാം എർലി പോലുള്ള ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് 2-3 കൊല്ലത്തിനുള്ളിൽ റിട്ടേൺ കിട്ടും. അതിനിടയിൽ പൈനാപ്പിളും മറ്റൊക്കെ ചെയ്യും. ഇതൊക്കെ ചെയ്താൽ എല്ലാ വർഷവും നിങ്ങൾക്ക് ഏതാണ്ട് 25 ലക്ഷം കിട്ടും 10 ഏക്കർ പ്ലാവിന്. 5 times ഇൻകം. ഇത് പ്ലാവിൻ്റെയാണ്. പ്ലാവിന് പ്രത്യേകിച്ച് കയറി അങ്ങനെയൊന്നും ആവശ്യമില്ല. നിങ്ങൾ പകരം റംബുട്ടാനോ ഡ്രാഗൺ ഫ്രൂട്ടോ അങ്ങനെ ഓരോന്നിലേക്കും ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ കർഷകന് കിട്ടാൻ പോകുന്ന പൈസയുടെ ലെവൽ വേറെയാണ്. ഇതിനെല്ലാം ബയേഴ്സും ഉണ്ട് ആക്ച്വലി. നല്ല മാർക്കറ്റും ഒക്കെയാണ്. ഒന്ന് കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കൂ. എനിക്കിപ്പം എടപ്പള്ളിയിലൊരു 50 സെൻറ്റ് സ്ഥലമുണ്ടെന്ന് വിചാരിച്ചോ. ആ 50 സെൻറ്റ് ഞാൻ കമേഴ്ഷ്യലി ഏറ്റവും കൂടുതൽ അതിനകത്തുനിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബിൽഡിംഗ് അല്ലേ അവിടെ ചെയ്യാം.
അങ്ങനത്തെ ഒരു പർപ്പസിലേക്കല്ലേ ചെയ്യാം, കറക്റ്റ് അല്ലേ? അല്ലാതെ ഞാൻ അവിടെ ഒറ്റ നില ഒരു ഷോപ്പ് പണിതിട്ട് ഇരിക്കില്ല. ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യില്ല, മാക്സിമം റിട്ടേൺസ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു കർഷകനും മാക്സിമം റിട്ടേൺ ഉണ്ടാക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ക്രോപ്സ് തിരഞ്ഞെടുക്കാൻ അയാൾക്ക് സാധിക്കണം. ആ ഫ്രീഡം അയാൾക്ക് കിട്ടണം. ആ ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ അയാൾ പൈസ ഉണ്ടായിക്കോളും. നമ്മൾ കൂടുതൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, ആ ഫ്രീഡം കൊടുക്കണം. നമ്മളിവിടുത്തെ ഒരു ഷാക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ലാൻഡ് റിഫോംസ് ഒക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലാൻഡ് റിഫോംസ് ആക്ട് ഒക്കെ വന്നു. വി ഹാവ് നോട്ട് റീവിസിറ്റഡ് ഇറ്റ്. അതിനകത്ത് പ്ലാന്റേഷൻസിന് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 6 ക്രോപ്സിനാണ് കൊടുത്തിരിക്കുന്നത്. ഈ റബ്ബർ, ടീ, കോഫി, അങ്ങനെ കാർഡമം, അങ്ങനെ ഇതുമുണ്ട്, കൊക്കോ ഉണ്ട്, ഇതൊക്കെയാണ്. അപ്പോൾ ഈ 6 ക്രോപ്സ് ആ കാലഘട്ടത്തിൽ തന്നെയാണ്. ഈ 6 എണ്ണത്തിന് മാത്രം എക്സെപ്ഷൻ കൊടുക്കുന്നത് ഇതിനെന്തോ ദിവ്യത്വമുള്ളതുകൊണ്ടല്ല. റബ്ബർ റംബുട്ടാനെക്കാട്ടിലും ദിവ്യമായ വല്ല ചെടിയാണോ, വല്ല ഇതാണോ? ഒന്നുമല്ല. പക്ഷെ റംബുട്ടാൻ വെച്ച് കഴിഞ്ഞാൽ കർഷകന് പൈസ കിട്ടും, മറ്റേത് വെച്ചാൽ കിട്ടില്ല, അല്ലെങ്കിൽ റിലേറ്റീവ്ലി കുറവാണ്. നമുക്കിവിടെ കുറേ പൈസ വരണ്ടേ? കർഷകർക്ക് കയ്യിൽ പൈസ. ശരിക്കും ഈ ഗവൺമെന്റ് ഡബിളിംഗ് ദ ഫാമേഴ്സ് ഇൻകം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഡബിളിംഗ് ഒന്നുമല്ല, ഇതിനപ്പുറം പോകുന്നത്. ഇത് പറയുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇത് അൺഷാക്കിൾ ചെയ്ത് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ കാസർഗോഡ് തൊട്ട് ഇങ്ങ് തിരുവനന്തപുരം വരെ ഉണ്ടല്ലോ, നമുക്ക് വിൽ ഹാവ് ലോട്ട്സ് ഓഫ് ഓർച്ചാർഡ്സ്, ഫ്രൂട്ട് ബെയറിംഗ് പ്ലാന്റ്സും ട്രീസിൻ്റെ മിക്സാണ്. മിക്സ്ഡ് ഇപ്പോൾ മോണോക്രോപ്പൊക്കെ മാറി മിക്സ് ഫാമിങ്ങിൻ്റെ കാലഘട്ടമാണ്. ലേറ്റസ്റ്റ് ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ തൂത്തുവാരി പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒരു ഓർച്ചാർഡ് സിസ്റ്റം അവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ആഗ്രോ ഫാമിങ് ടെക്നിക്സ്, ഇതിൻ്റെ ഇടയിൽ കൂടെ നൈസായിട്ട് ടൂറിസവും, അഗ്രി ടൂറിസം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എക്സ്പീരിയൻഷ്യലാണ്. ഇപ്പോൾ വയനാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ചേച്ചി നടത്തുന്ന ഒരു ഹോം സ്റ്റേ, അതിനോട് ചേർന്ന് കുറച്ച് കാപ്പിത്തോട്ടവും വയലും ഇതൊക്കെ ഉണ്ട്. അവിടെ വരുന്ന സായിപ്പന്മാരുണ്ട്. ഈ സായിപ്പന്മാരാണ് അവിടെ പണിയെടുക്കുന്നത്. ഈ പണിയെടുക്കുന്നതിന് മണിക്കൂറിന് ഇത്ര ഡോളർ വെച്ച് ഈ ചേച്ചി വാങ്ങുകയും ചെയ്യും. ഈ ചേച്ചി 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. അവർക്കുള്ള ബുദ്ധി നമ്മൾ കാണിക്കണ്ടേ? ഇവിടെ വന്ന് ദേ ആർ ലുക്കിംഗ് ഫോർ എക്സ്പീരിയൻസ്. നമ്മളെ റൂമല്ല അവർക്ക് വേണ്ടത്. അപ്പോൾ യൂറോപ്പിലൊക്കെ സ്ട്രോബെറി പ്ലക്കിങ്, മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞാൽ ദീസ് ആർ ആക്ടിവിറ്റീസ്. നമ്മൾ പുറത്ത് ടൂറിസം പോകുമ്പോൾ, വേറെ രാജ്യത്ത് പോകുമ്പോൾ ചോക്ലേറ്റ് ഫാക്ടറി വിസിറ്റ് ചെയ്തൊരു എക്സ്പീരിയൻസ് പറയുമ്പോൾ വൈ നോട്ട് ഇൻ കേരള അല്ലേ? വൈ നോട്ട് ഇൻ കേരള. പക്ഷേ എക്സ്പീരിയൻസ് കൊടുക്കണമെങ്കിൽ ആക്ടിവിറ്റി വേണം. ആക്ടിവിറ്റി എന്താ ചെയ്യണം? റബ്ബർ വെട്ടാൻ നമുക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ ഇവരെ? ഒന്നത് മാത്രമല്ല, റബ്ബറിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ഞാൻ പീപ്പിൾ ഷുഡ് ഹാവ് ദ ഫ്രീഡം ടു ചൂസ്. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതൊക്കെ ചെയ്തു വയ്ക്കുന്നത്. അതായത് നമ്മൾ അനുവദിക്കും. ആരാ നമ്മളെ അനുവദിക്കാൻ? നമ്മൾ അനുവദിക്കും, ഇത് അനുവദിക്കില്ല, ബാൻ ചെയ്യുന്നു, അതാക്കുന്നു. യു വാണ്ട് ടു കൺട്രോൾ എവറിത്തിങ്. നിയന്ത്രിച്ച് നമ്മൾ വിചാരിക്കും നിയന്ത്രിക്കുന്നത് വലിയ തോട്ട് ഔട്ടായിട്ട് നിയന്ത്രിക്കുകയാണെന്ന്. ഒന്നുമല്ല. നിയന്ത്രിക്കുന്നത് മിക്കതും അൺസയൻറ്റിഫിക് ആയിട്ടുമാണ് നിയന്ത്രിക്കുന്നത്. നമ്മൾ വളരെ അൺസയൻറ്റിഫിക് ആയിട്ട് മോണോക്രോപ്പ് കേരളത്തിൻ്റെ പുറത്ത് അടിച്ചേൽപ്പിച്ചിട്ട് എത്ര കാലമായി. ഇത് സായിപ്പ് തുടങ്ങി വെച്ചതാണ്. സായിപ്പിന് അവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ ചായത്തോട്ടം ഉണ്ടാക്കി, ഫൈൻ, അതുവരെ നമുക്ക് മനസ്സിലാക്കാം. വൈ ആർ വി ഡൂയിങ് ഇറ്റ്? നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ആ മഹാഭാവം എന്തിനാ ഇവിടുത്തെ മണ്ണിനോട് ചെയ്യുന്നത്? എന്തിനാണ് ഇവിടുത്തെ സാധാരണ കർഷകരോട് ചെയ്യുന്നത്? എന്തിനാണ് എന്ന് മാത്രമല്ല, ഇവിടെ വരാൻ സാധ്യതയുള്ള എത്രയോ കോടി, ഇതിൻ്റെ ഞാൻ റഫ് എസ്റ്റിമേറ്റ് ഒരെണ്ണം ചെയ്ത് നോക്കി, 1,00,000-ത്തിലധികം ഹെക്ടർ സർക്കാരിൻ്റെ കയ്യിൽ തന്നെ തരിശായി കിടപ്പുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നവോത്ഥാൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് തുടങ്ങിയത്. ഈ ഭൂമി എങ്കിലും എടുത്തിട്ട് കൃഷി ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർക്ക് അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ചിട്ട് ഇത്തരം ക്രോപ്സ് ഇതൊക്കെ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈവൻ ഇഫ് യു ആർ ഏബിൾ ടു കൺവേർട്ട് ഫ്യൂ ഒരു 20-30% എങ്കിലും കൺവേർട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു വർഷം 50,000 കോടിയാണ് ഇൻകം വരുന്നത്. ജസ്റ്റ് തിങ്ക് ഓഫ് ദ എമൗണ്ട്, 50,000 കോടി. ഈ 50,000 കോടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ്റ്റേറ്റുകളും മറ്റൊക്കെ ഒന്ന് മര്യാദയ്ക്ക് ഈ 6 ക്രോപ്സ് അല്ല, പ്ലസ് റംബുട്ടാൻ, പ്ലസ് ഡ്രാഗൺ ഫ്രൂട്ട്, പ്ലസ് വാട്ട് എവർ ഇത് അലൗ ചെയ്യുകയാണെങ്കിൽ ഇവിടെ പ്രോസ്പെരിറ്റി വിൽ ബി സോ ഹൈ. നമ്മൾ ഈ ദാരിദ്ര്യം പറച്ചിലും ഒക്കെ തീരും. ആൾക്കാരുടെ കയ്യിൽ പൈസ കിട്ടും. ഇനി ആൾക്കാരുടെ കയ്യിൽ പൈസ കിട്ടാതിരിക്കലാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ വേണ്ട. പക്ഷേ ഇറ്റ് ആക്ച്വലി സർപ്രൈസസ് മീ വൈ നോബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. ഇതുപോലുള്ള സിമ്പിൾ സാധനങ്ങൾ ഇതിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. ഐ എം കണക്ടിങ് വിത്ത് ടൂറിസം.